അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ബോഗൻവില്ലയും കടന്ന് കുറേ അങ്ങ് മുന്നോട്ട് ചെന്ന് നോക്കണം. നമ്മുടെ മീൻകുളത്തിൽ മീനുകളെ കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നോക്കാം. ഇത്രയും മനോഹരമായ പൂക്കൾ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഈ ലാൻഡാന ക്യാമറ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ലാൻഡാന ക്യാമറ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പുതിയ ക്യാമറയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ശരിക്കും ഒരു പൂച്ചെടിയുടെ പേരാണ്. ഇത് എൻ്റെ ഈ പിറയിൽ കാണുന്ന മഞ്ഞ പൂക്കളുള്ള ഈ പൂച്ചെടിയുടെ പേരാണ്. നമ്മുടെ ഈ മലയാളത്തിലൊക്കെ കൊങ്ങിണിപ്പൂവെന്നും അരിപ്പൂവെന്നും മഞ്ഞപ്പൂവെന്നൊക്കെ പറയുന്ന ഈ പൂക്കളുടെ കഥയാണ് എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു വർഷം മുമ്പ് ഞാനിവിടെ ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടതാണ്. ഇതിങ്ങനെ ഇപ്പോൾ ഇത്രയും നല്ല പടർന്നു നിൽക്കുന്ന നമ്മുടെ ഈ ലാൻഡാന ക്യാമറ എന്ന് പറയുന്ന കുങ്ങിണിപ്പൂക്കൾ. അപ്പോൾ ഈ പൂക്കൾ ശരിക്കും ഞാനിവിടെ കൊണ്ടുവന്ന് അന്ന് വച്ചത് കണ്ടില്ലേ, ഇത്ര ഉള്ള ഒരു തണ്ടാണ്. ശരിക്കും ഈ ഒരു കട്ടിയുള്ള ഈ ഒരു തണ്ടിൽ നിന്നാണ് ഇത് ഇത്രയും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ കൊങ്ങിണിപ്പൂക്കൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇങ്ങനെ തൊട്ടടുത്തും വേറെ പൂക്കളൊക്കെ ഉള്ളത് കണ്ടില്ലേ, നമ്മുടെ ബൊഗൈൻ വില്ലകൾ നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ ബൊഗൈൻ വില്ലകളുടെ ഈ സൗന്ദര്യം, ഈ പൂക്കളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഡിസംബർ ജനുവരി മാസം ആവണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഇതിലൊരു പൂക്കളും കാണില്ല. പക്ഷേ നമ്മുടെ ഈ ലാൻഡാന ക്യാമറ എന്ന് പറയുന്ന ഈ സാധനം വർഷത്തിൽ മുഴുവൻ ദിവസവും ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലാതെ ഞാനിതിനെ കണ്ടിട്ടേയില്ല. എല്ലാ മാസങ്ങളിലും ഇതിങ്ങനെ പൂത്ത് നിൽക്കും. ഇതിന് വസന്തമെന്നോ അല്ലെങ്കിൽ ശൈത്യമെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസവും ഇല്ല. വർഷത്തിലെല്ലാ സമയത്തും ഇതിങ്ങനെ ഈ ഭംഗിയിൽ തന്നെ ഇതിങ്ങനെ പൂത്ത് നിൽക്കാറുണ്ടോ എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു വളവും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും വെള്ളം മാത്രം എല്ലാ ദിവസവും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം വെള്ളം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ച് പൊക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു മൂലയിലാണ് കേട്ടോ, ഒരു കോർണറിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ റോഡാണ്, പബ്ലിക് റോഡാണ്. ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂളും റോഡും ഒക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വണ്ടികളുടെയൊക്കെ ശബ്ദം കയറി വന്നേക്കാം, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ കോർണറിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കൊങ്ങിണിപ്പൂക്കൾ മാത്രമല്ല, ഈ കൊങ്ങിണിപ്പൂക്കളും അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു മീൻകുളവും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻകുളം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് ഞാൻ ഒരു 100 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. 100 രൂപ കൊടുത്തൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് വാങ്ങിയ ഒരു മണ്ണിലൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ വച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മീൻ കുളം എന്ന് പറയുമ്പോൾ ഇതിൽ ഉള്ളത് സാരിവാല്, ഗപ്പി, ഈ 2 ഐറ്റമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല. ക്യാമറ അടുത്തേക്ക് കൊണ്ടുപോയാൽ കണ്ടില്ലേ, 1-2 കുഞ്ഞന്മാരെ കാണാം. കുഞ്ഞന്മാർ മാത്രമല്ല, ഇതിൽ ഒരുപാട് വലിയ മീനുകളുമുണ്ട് കേട്ടോ, ഒരുപാട് വലിയ മീനുകളുണ്ട്. പക്ഷേ നമുക്ക് അവയൊക്കെ കാണാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടും സംസാരിക്കുന്നതുകൊണ്ടും മുകളിലേക്ക് വരാനായിട്ടൊരു പേടിയായിരിക്കും, വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിക്കാണ്. കാരണം ഇത് ഇച്ചിരി ആഴമുള്ള ഒരു പാത്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അടിയിലേക്ക് പോയി ഒളിച്ചിരിക്കാനുള്ള സ്പേസുണ്ട്. പിന്നെ ഞാൻ ഇവർക്കൊന്നും ഭക്ഷണമോ ഒരു കാര്യവും കൊടുക്കാറില്ല കേട്ടോ. ഒന്നും ഞാനിതുവരെ അവർക്ക് കഴിക്കാനായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഈ നമ്മുടെ ഈ കൊങ്ങിണിപ്പൂക്കളുടെയൊക്കെ ശാഖകൾ ഈ കുളത്തിലേക്ക് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വരുന്ന ചെറിയ എറുമ്പുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ജീവികളോ ഒക്കെ ഇവർക്ക് ആഹാരമായി കിട്ടുമായിരിക്കും. കാരണം നമ്മൾ ഈ ഫിഷ് ടാങ്കിലൊക്കെ വളർത്തുന്നതിനേക്കാൾ നല്ല പുഷ്ടിയോടുകൂടിയാണ് ഇവരുടെയൊക്കെ വലിയ മീനുകൾ. ഇതിനകത്ത് വലിയ മീനുകളുമുണ്ട്, വലിയ സാരിവാലും ഗപ്പികളുമുണ്ട്. അവരൊക്കെ നല്ല പുഷ്ടിയോടുകൂടിയാണ് ഇരിക്കുന്നത്. അതൊരു പക്ഷേ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഫുഡുകളൊക്കെ കഴിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ ലാൻഡാന ക്യാമറയും നമ്മുടെ ഈ മീൻകുളത്തിനും ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർ പ്രത്യേകിച്ച് അങ്ങനെ കെയറിങ് ഒന്നും കിട്ടാതെ നിൽക്കുന്നവരാണ്. ഇവരെ കെയർ ചെയ്യാറേ ഇല്ല, ഇവരെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കെയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഞങ്ങളെ കെയർ ചെയ്യുന്നില്ലേ എന്നുള്ള വാശിയിൽ അവർ അതിസമ്പുഷ്ടിയോടുകൂടി അങ്ങ് ജീവിച്ച് കാണിച്ചു തരികയാണ് നമുക്ക്. നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ അവഗണിക്കുന്നു അത്രത്തോളം ഞങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് പോലെ ഇവരെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് എല്ലാ സമയത്തും ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഒന്നും കൊടുക്കാറില്ല, ഒരു ചാണകം പോലും ഇട്ട് കൊടുക്കാറില്ല, വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മീനുകൾക്കും ആകെ ഒരു 3 മീനുകളാണ് ഇതിലിട്ടത്.
എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ ഒരു 100-300ഓളം മീനുകളെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്രത്തോളം അത് പെറ്റി പെരുകിയിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു പുൽച്ചെടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മൂല എന്ന് പറയുന്നത്, ഒരു കോർണർ എന്ന് പറയുന്നത്. ഈ കോർണർ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞപ്പൂ അല്ലാതെ വേറെ ഏത് പൂ ഇവിടെ വച്ചിരുന്നെങ്കിലും ഇത് ഇത്രയും ഭംഗിയാവില്ലായിരുന്നു. നമ്മുടെ വീടൊക്കെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ അടുത്ത് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സൈൻ എന്തായിരുന്നെന്ന് വെച്ചാൽ, അവിടെ ഓപ്പോസിറ്റ് ശബരീരി ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് വീട്, നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറയും. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളുണ്ട്, അങ്ങനെ മാറി അവിടെ ഇവിടെയൊക്കെ കയറി പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരെ ശബരീരി സ്കൂളിൻ്റെ അവിടെ എത്തുക, എന്നിട്ട് മഞ്ഞ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു വീടുണ്ട്, ആ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയും. കാരണം നമ്മുടെ ഈ റോഡിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഈ മഞ്ഞ പൂക്കൾ ഇങ്ങനെ പടർന്ന് വളർന്ന് നിൽക്കുന്ന, പൂത്ത് നിൽക്കുന്ന കാഴ്ച എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് തെറ്റാതെ നമ്മളെ വീട്ടിൽ തന്നെ കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭംഗി, ഇത്രയും നല്ല ഭംഗി ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇതിന് ഇങ്ങോട്ടും കൂടെ സ്പ്രെഡ് ചെയ്യിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയൊക്കെ ഓരോ കുഞ്ഞ് ഇതിൻ്റെ തണ്ട് ഒടിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കൊങ്ങിണി പൂക്കളെ നമുക്ക് വളർത്തി വലുതാക്കാൻ, സ്പ്രെഡ് ചെയ്യിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഇതിനെ കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിനെ സ്പ്രെഡ് ചെയ്യിക്കാൻ. ഇതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്യുക, മണ്ണിൽ കുത്തി വെച്ച് കൊടുക്കുക, എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് അതങ്ങ് വളർന്ന് പടർന്ന് ഇതുപോലെ പൂത്ത് നിന്ന് പോകും. ഇവിടെ എല്ലാം ഈ ഓരത്തെല്ലാം ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ ഞാൻ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ വെച്ച് കൊടുത്തൊരു ചെറിയൊരു ഐറ്റത്തിനെ കാണിച്ചു തരാം. ഇവിടെ ഒരു കുഞ്ഞ് ഐറ്റം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പടർന്ന് കണ്ടില്ലേ, ചെറിയ പൂക്കളൊക്കെ ഇട്ട് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് കേട്ടോ. കാരണം എപ്പോഴും ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം അത് മാത്രമല്ല, നമ്മളെ പരിചയമുള്ള ആൾക്കാർ ഇതുവഴി ഇങ്ങനെ റോഡ് വഴി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും വിളിച്ചെടുത്ത് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കൊങ്ങിണി പൂക്കളുടെ നമ്മുടെ പുറത്ത് നിന്നുള്ള, റോഡിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ ഈ ബോഗൻവില്ലയൊക്കെ കിടന്ന്, നമ്മുടെ ഈ മാവ് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ മാവിനെ അവർക്ക് അറിയാൻ കഴിയുമായിരിക്കും. അങ്ങനെ ഞാനതാ പുറത്തോട്ട് പോവുകയാണ്. ഈ വശത്ത് ഈ പുറത്തുനിന്ന് വരുമ്പോഴേ ഈ ബൊഗൻവില്ലകൾ ഇങ്ങനെ പടർന്നിങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് പൂത്തിട്ട്. അതിപ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ബൊഗൻവില്ലകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കൊങ്ങിണിപ്പൂക്കൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി, കണ്ടില്ല എത്ര മനോഹരമായിട്ടാണ് ഈ സാധനം ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്. ഇത് ഈ അകത്തുനിന്ന് കാണുന്നതിനേക്കാൾ ഒരുപാട് ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് ഈ പുറത്ത് ഇങ്ങനെ വളർന്നിരിക്കുന്നത്. കണ്ടില്ല, ഒരു വലിയൊരു ഏരിയ തന്നെ ഒരൊറ്റ ചെടി. നിങ്ങൾ ചിന്തിക്കുക, ഈ കാണുന്നത് മുഴുവൻ ഒരൊറ്റ ചെടിയാണ്. പിന്നെ അതിന് പടർന്ന് പന്തലിച്ച് പോകാനായിട്ട് ഒരുപാട് അങ്ങനെ വേരുകൾ പോകാൻ സ്പേസും ഇല്ല. കാരണം എന്ന് വെച്ചാൽ കണ്ടില്ല, അതാ ഈ കാണുന്ന 2 താവുകിരിക്കുന്ന പോർഷനുള്ള സ്പേസിൽ മണ്ണ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴേക്ക് കോൺക്രീറ്റ് ആണ്. എന്ന് വെച്ചാൽ വേരുകൾക്കൊന്നും താഴേക്ക് പോകാനുള്ള സ്പേസ് ഇല്ല. എന്നിട്ടും അത് ഇത്രയും നല്ല വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ഇത്രയും നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന, പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കേണ്ടാത്ത ഒരു ചെടിയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇടയ്ക്കൊരു ദിവസം ഞാനിങ്ങനെ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് 2 ഫോട്ടോഗ്രാഫർമാർ, ഇവരെനിക്ക് തോന്നുന്നു ഉടനെ കല്യാണം കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു, 2 കപ്പിൾസിനെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇച്ചിരിയെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമല്ലേ ഫോട്ടോഗ്രാഫർമാർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനും ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടും അവരിങ്ങനെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്പേസായിട്ട് ഈ പൂക്കൾ, അവർ ഈ പൂക്കളാണ് കേട്ടോ, ഈ പൂക്കൾ കിട്ടുന്ന രീതിയിലാണ് അവരെ കപ്പിൾസിനെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തത്. അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്ക് നല്ല സന്തോഷം തോന്നി. നമ്മുടെ കൊങ്ങിണി പൂക്കൾ അങ്ങനെ മറ്റുള്ളവരുടെ ആൽബത്തിൻ്റെ പേജുകളിൽ ആളുകൾ കാണട്ടെ. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട് ഇച്ചിരി ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ കൊങ്ങിണി പൂക്കളെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ എവിടെയെങ്കിലും ഇതുപോലൊരു സ്പ്രെഡായി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് തണ്ട് മതി കേട്ടോ, ഒരുപാട് കട്ടിയുള്ളതൊന്നും വേണ്ട. ഇത്രയുള്ളൊരു ഒരു തണ്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ
ഇത് ആ കാണുന്നതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. നമ്മുടെ ആ വീടിൻ്റെ ഏറ്റവും ഈ റോഡിന് അരികിലുള്ള ഈ വശത്താണ് ഞാനിതിനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ചില ആളുകൾ ഇവിടെ താഴെ വന്ന് നിന്ന് ഇതിൻ്റെ തണ്ടൊക്കെ ഒടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കാണാറുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല. കാരണം ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചെടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ വന്ന് പറിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്നും മിണ്ടാറില്ല. അപ്പോൾ ഇതിനെ എനിക്ക് കിട്ടിയത് നമ്മുടെ ഈ മടവൂർപ്പാറ ജിയോളജിക്കൽ പാർക്കിന് അടുത്ത് നിന്നാണ്. അവിടുന്ന് ഞാനിതുപോലൊരു കുഞ്ഞ് തണ്ട് ഞാൻ ഒടിച്ചു കൊണ്ടുവന്ന് നട്ടതാണ്. അല്ലാതെ ഞാനിത് കാശ് കൊടുത്ത് വാങ്ങിയതുമല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടല്ലേ ഒടിച്ചെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനൊന്നും മിണ്ടാത്തത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ടിയുള്ള തണ്ട് നട്ടാൽ മാത്രമേ ഇത് പൊടിച്ച് വരുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്ന തീരെ കട്ടിയില്ലാത്ത ഈ പുതിയ തളർപ്പുകൾ വരുന്ന ഈ തണ്ടുകൾ നട്ടാലാണ് ഏറ്റവും പെട്ടെന്ന് ഇത് പൊടിച്ച് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഈ പൂക്കൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചുമന്ന പൂക്കൾ മാത്രമുള്ള ചെടികളല്ല. മഞ്ഞപ്പൂക്കൾ മാത്രമുള്ള ചെടികളല്ല. ചുമന്ന പൂക്കളുണ്ട്, വയലറ്റ് കളറിലുള്ള പൂക്കളുണ്ട്, വെള്ളപ്പൂക്കളുണ്ട്. പക്ഷേ ഈ ഒരു മഞ്ഞ പൂക്കളിനല്ലാതെ ബാക്കി എല്ലാ ഐറ്റത്തിനുമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെടി നിറയെ മുള്ളുകളാണെന്നുള്ളതാണ്. നമുക്കിതിൻ്റെ ഈ മുള്ളുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. ഈ ചെടി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സമയത്ത് തന്നെ, ഈ മഞ്ഞപ്പൂക്കൾ ഉള്ള ഈ ചെടി ഇവിടെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ നല്ല ഓറഞ്ച് കളർ വരുന്ന ഒരു പൂവുള്ള ഒരു തണ്ടും ഒടിച്ച് വെച്ചായിരുന്നു. പക്ഷേ ആ ചെടി വളർന്നു വന്നപ്പോൾ ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ പോലുള്ള മുള്ളുകളാണ്. ഈ മുള്ളുകൾ ഭയങ്കരമായിട്ട് നമുക്കിതിൻ്റെ അടുത്ത് പോകാനൊന്നും പറ്റില്ല, ഇതിൽ പിടിക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് ഒതുക്കി വയ്ക്കാൻ പറ്റില്ല. കാരണം ആ ചെടിയുടെ തണ്ട് നിറയെ മുള്ളുകളാണെന്നുള്ളതാണ്. അങ്ങനെ അതിന് വേറൊരു പ്രശ്നമുണ്ട്, അത് ഇതുപോലെ ഇത്ര ബുഷിയാവില്ല. എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി എത്രത്തോളം ബുഷിയാകുന്നോ അതിനോളം തന്നെ ഇങ്ങനെ ഈ പൂക്കളും ഇതിൽ ബുഷിയായി വരും. പക്ഷേ മറ്റേ ആ ഓറഞ്ച് കളറിലുള്ളത് അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള പൂക്കളുള്ള ചെടികളുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് ചെടിയാണ് ഒരുപാട് വളർന്നു പോകുന്നത്. ഇത്രയ്ക്കും പൂക്കൾ ഇങ്ങനെ സ്പ്രെഡായിട്ട് അതിന് വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ അത് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ അത് കൊണ്ടുവരാതെ ഈ മഞ്ഞപ്പൂക്കൾ മാത്രമാണ് ഇവിടെ ഞാൻ വെച്ചത്. ഇതിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഞാനിവിടെ ഒരു കുഞ്ഞ് തണ്ട് കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് 1 വർഷം ആവുന്നുള്ളൂ. ഈ 1 വർഷം കൊണ്ടാണ് നിങ്ങളീ കാണുന്ന കണ്ടില്ല, അത് ഇത്രയും വലിയൊരു കാട്ടുപൊന്ത പോലെ ഇത് സ്പ്രെഡായി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ മഞ്ഞപ്പൂക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ ഈ മഞ്ഞപ്പൂക്കളുടെയും കുളത്തിൻ്റെയും നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.